എല്ലാവർക്കും നമസ്കാരം. നാം ഇന്ന് ചർച്ച ചെയ്യുന്നത് 1-ാം ക്ലാസ്സിലെ മലയാളം കുഞ്ഞെഴുത്ത് പ്രവർത്തന പുസ്തകത്തിലെ യൂണിറ്റ് 2 പൂവിച്ചിരിച്ചു എന്ന പാഠഭാഗമാണ്. മക്കളെ, വീഡിയോ ഇഷ്ടമായാൽ ലൈക്കും സബ്സ്ക്രൈബും ചെയ്യണേ. ഈ ചിത്രത്തിൽ എന്തൊക്കെയാണ് കാണുന്നത്? തുമ്പിയുണ്ട്, പുഴുവുണ്ട്, ഒരു ചെടിയുണ്ട്, പിന്നെ ഒരു വിത്ത് മണ്ണിൽ നിന്ന് മുളച്ചു വരികയാണ് അല്ലേ? അതിൽ 2 ഇലയുണ്ട്. തുമ്പി എന്താ പറയുന്നത്? നോക്കാം. അത് ആരാ അത്? തുമ്പിയും ചോദിക്കുകയാണ്, നീ ആരാ? കിളിർത്തു വന്ന വിത്ത് മറുപടി പറയുകയാണ്, ഞാൻ ചെടി. മക്കളെ, ആ വിത്ത് കിളിർത്ത് ഇലയിട്ട് ഒരു ചെടിയായി. ചെറിയ ചെടിയായപ്പോൾ ആ തളിരിലകൾ തിന്നാനായിട്ട് ആര് വന്നു? പുഴു വന്നു. ഇനി ഇവിടെ എന്തൊക്കെ എഴുതാമെന്ന് നോക്കാം. മുകളിൽ എന്താ എഴുതിയിരിക്കുന്നത്? അത് ആരാ എന്ന് എഴുതിയിരിക്കുന്നു അല്ലേ? താഴെ ചെടിയുണ്ട്, പുഴുവുണ്ട്, പിന്നെ ആരുണ്ട്? ഉറുമ്പുണ്ട്. അപ്പോൾ എന്തൊക്കെ ഇവർ പറഞ്ഞിട്ടുണ്ടാവുമെന്ന് നോക്കാം. നോക്കൂ മക്കളെ, ചെടിയുടെ ഇലയിൽ ഒരു പുഴു വന്നിരിക്കുകയാണ് അല്ലേ? അപ്പോൾ അത് കണ്ടിട്ട് ചെടി പേടിച്ചു പോയി. ചെടി ചോദിക്കുകയാണ്, ആരാ നീ ആരാ? മറുപടി പുഴു പറയുകയാണ്, ഞാൻ പുഴു. ഉറുമ്പ് എന്താ പറയുന്നത്? പുഴു ചെടി തിന്നും. മക്കളെ, ഉറുമ്പ് എന്ത് മനസ്സിൽ ചിന്തിച്ചിട്ടുണ്ടാവും? പാവം ചെടി. അടുത്ത പേജ് നോക്കൂ. ആ പേജിൽ ആടുണ്ട്, ചെടിയുണ്ട്, കുഞ്ഞു കോഴിയുണ്ട്. അപ്പോൾ നമുക്കവിടെ എന്തെഴുതണം? ആട് വന്നു. എങ്ങനെയാ വന്നത്? ചാടി വന്നു. മക്കളെ, ചെടി ആദ്യമായിട്ടാണ് ആടിനെ കാണുന്നത്. അപ്പോൾ ചെടി ആടിനോട് ചോദിച്ചു, നീ ആരാ നീ? ആടപ്പോൾ മറുപടി പറഞ്ഞു, ആട്. അപ്പോഴും മക്കളെ, ആട് ചെടിയോട് പറയുകയാണ്, നല്ല ചെടി, എനിക്ക് നിന്നെ ഇഷ്ടമായി. ചെടി ചിരിച്ചു. ആട് വീണ്ടും, ഞാൻ നിന്നെ മണത്തോട്ടെ എന്ന് ചോദിച്ചു. ചെടി സമ്മതിച്ചു. ആട് ചെടിയോട് ചോദിച്ചു, ഞാൻ നിന്നെ ഒന്ന് നക്കിക്കോട്ടെ. ചെടി സമ്മതിച്ചു. ഇത് കണ്ട കുഞ്ഞിക്കോഴി പറഞ്ഞു, ആട് ചെടി തിന്നും. മക്കളെ, ഈ ആട് വന്ന് ചെടീനെ കടിച്ച് പറിച്ച് ചവയ്ക്കാൻ തുടങ്ങി. ചെടിക്ക് വേദനിച്ച് നിലവിളിച്ചു. ഇത് കണ്ട കുഞ്ഞിക്കോഴി പറഞ്ഞു, പാവം ചെടി. മക്കളെ, ആട് ചെടിയുടെ കുറച്ച് ഭാഗം കഴിച്ചതിന് ശേഷം ചെറിയൊരു കുറ്റിയായിട്ട് ചെടി നിൽക്കുകയാണ്. കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ ചെടിയിൽ കുഞ്ഞ് നാമ്പ് വന്നു. ചെടിക്ക് നാമ്പ് വന്നേ ചെടി വളരുന്ന എല്ലാവർക്കും സന്തോഷമായി. ചെടി വളർന്നു, ഇലകൾ വന്നു, ഉയരം വച്ചു. അങ്ങനെ ഇരിക്കുമ്പോൾ ചൂട് കൂടി വരാൻ തുടങ്ങി. അപ്പോൾ നമുക്ക് അവിടെ എന്തെഴുതാം? ചൂട് കൂടി, ചെടി വാടി. ചൂട് കൂടി വരുമ്പോൾ എന്ത് സംഭവിക്കും? ചെടി വാടും. ഇത് കണ്ടുവന്ന വണ്ട് സങ്കടത്തോടെ പറഞ്ഞു, പാവം ചെടി. മക്കളെ, ചൂട് കൂടി ചെടി വാടി നിലത്തേക്ക് ഈ ചെടി അങ്ങ് ചാഞ്ഞു. അപ്പോഴാണ് മഴ പെയ്തു തുടങ്ങിയത്. ചെടിയുടെ ഇലകളിൽ തണുത്ത മഴത്തുള്ളി വീണു. തണ്ടിലും മഴത്തുള്ളികൾ വീണു. വേരിലേക്ക് മഴത്തുള്ളി ചെന്നു. വേര് വെള്ളം വലിച്ചെടുത്തപ്പോൾ തണ്ട് നിവരാൻ തുടങ്ങി. തണ്ട് ഇലകൾക്ക് വെള്ളം കൊടുത്തപ്പോൾ ഇലകൾ നിവർന്നു. ചെടി നിവർന്നു. ചെടിക്ക് സന്തോഷമായി. അത് പുഞ്ചിരിച്ചു. സന്തോഷം വന്നപ്പോൾ ചെടി പാടി, അതാ മഴ. ചെടി എന്താ പാടിയത്? മഴ വന്നു ലലലാ ലലലാ മഴ വന്നു. ചെടിയുടെ ഈ സന്തോഷം കണ്ടപ്പോൾ മഴ നിർത്താതെ പെയ്യുകയാണ്. ചെടിയുടെ ചുവട്ടിലുള്ള പുല്ലുകളെല്ലാം വെള്ളത്തിൽ മുങ്ങി. മഴ പെയ്ത് ചെടിയുടെ പകുതി ഭാഗവും വെള്ളത്തിനടിയിലായി. അപ്പോഴാണ് അവിടെ ഒരു ആമ നീന്തി വന്നത്. നമുക്കിനി അവിടെ മുകളിൽ എന്തെഴുതാം? ആമ വന്നു. ആമ ചെടിയെ നോക്കി. ചെടിയുടെ പകുതി ഭാഗവും വെള്ളത്തിനടിയിലാണ്. മിക്കവാറും ചെടി അഴുകിപ്പോകാൻ ചാൻസ് ഉണ്ട്. അത് കണ്ടപ്പോൾ ആമ പറഞ്ഞു, പാവം ചെടി. 1-ാം ക്ലാസ്സിലെ എല്ലാ വിഷയങ്ങളുടെയും ക്ലാസ്സുകളുടെ വീഡിയോ ലിങ്ക് ഞാൻ ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ നൽകിയിട്ടുണ്ട്. ആവശ്യമുള്ളവർ കാണുക. മക്കളെ, പൂവിച്ചിരിച്ചു എന്ന പാഠഭാഗവുമായി ബന്ധപ്പെട്ട
പ്രവർത്തനങ്ങൾ അവസാനിച്ചു. വീണ്ടും അടുത്തൊരു ക്ലാസ്സുമായിട്ട് കാണാം.